ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഹലോ ഗൈസ് ഫാമിലി. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഓണാട്ടുകര, അതായത് ചെട്ടുകുളങ്ങരയിലുള്ള കുംഭഭരണി സ്പെഷ്യലായിട്ടുള്ള കൊഞ്ചുമാങ്ങയാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ. അപ്പം നമ്മൾ കൊഞ്ച് ഇവിടെ റെഡിയാണ്. നമുക്ക് കൊഞ്ചാണ് വേണ്ടത്. നമ്മളൊരു കവർ വാങ്ങിച്ചു. ഇതിന് നമ്മളൊന്ന് വറുത്തെടുക്കണം. അപ്പം അതിന് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കൊഞ്ച് വേണം, മാങ്ങ വേണം, പച്ചമാങ്ങ എടുക്കണം കേട്ടോ. പിന്നെ കൊച്ചുള്ളിയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഐറ്റംസ്. പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ആക്ച്വലി വെളുത്തുള്ളി ഇഞ്ചി വേണ്ട, പക്ഷെ ഞാനൊരു ചെറിയ കഷ്ണം വെളുത്തുള്ളി ഇഞ്ചി എടുത്തിട്ടുണ്ട്. അപ്പം മുരിങ്ങയ്ക്ക ഇടുന്നവരുണ്ട്, ചക്കക്കുരു ഇടുന്നവരുണ്ട് ഇതിൻ്റെ കൂടെ. ഇതൊന്നും ചേർക്കാതെ കൊഞ്ചും മാങ്ങായും മാത്രം ഇടുന്നുണ്ട്. അപ്പം നമ്മൾ ഇന്ന് അങ്ങനെയാണ് എടുക്കുന്നത്. അപ്പോൾ കൊഞ്ച് റെഡി, മാങ്ങ റെഡി, പിന്നെ അതുപോലെ നമ്മുടെ കൊച്ചുള്ളി റെഡി, പച്ചമുളക് റെഡി. അപ്പം നമ്മൾ തേങ്ങ ഇത്രയും വേണ്ട, നമ്മൾ ആവശ്യത്തിന് എടുക്കുക. മഞ്ഞൾപ്പൊടി വേണം, ഉലുവാപ്പൊടി വേണം. ഇത് രണ്ടും നമ്മൾ എക്സ്ട്രാ എടുത്ത് വച്ചിരിക്കുന്നത്, അതായത് കായപ്പൊടിയും കുരുമുളക് പൊടി അത് ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഇതിപ്പോൾ ഞാൻ എടുക്കുമ്പോൾ അതെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പ്, മുളക് പൊടി, മല്ലിപ്പൊടി. ഇത്ര ഐറ്റംസാണ് നമുക്ക് വേണ്ടത്. അപ്പം നമുക്കൊന്ന് നോക്കിയാലോ? ഓക്കെ, അപ്പം നമുക്കൊന്ന് നോക്കാം. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കണം. ഓക്കെ, ആദ്യം നമ്മൾ എടുത്ത കൊഞ്ചുണ്ടല്ലോ, അത് കഴുകാണ്ട് നമ്മളൊന്ന് ചൂടാക്കണം. ചൂടാക്കിയിട്ട് ഇതിൻ്റെ തലയും വാലും ജസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് ചെയ്യണം. ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ വെള്ളത്തിലിടുന്നത് കഴുകാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇതെടുത്തിട്ട് ഇത് നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കുന്ന അതിൻ്റെ അതുകൊണ്ട് ജസ്റ്റ് ഇത് ഇങ്ങനെ ഒന്ന് ഉരുട്ടണം. ഇങ്ങനെ ഒന്ന് ഉരുട്ടുമ്പോൾ കണ്ടോ ഒരു സൗണ്ട് വരും. കണ്ടോ, നമ്മളിങ്ങനെ മുറത്തിൽ നമ്മളെടുത്തിട്ട് ഇങ്ങനെ പാറ്റണം. അപ്പം ഇതിനകത്ത് വേണ്ടാത്തത് ഇത് ഇത്ര ഇതിൻ്റെ വേസ്റ്റാണ്. നമ്മൾ ഇതെടുക്കണം. ഇത് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വരും. അപ്പം ഇത് നമുക്ക് കളയാം. ഓക്കെ, എന്നിട്ട് ഇത് നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് വെക്കാം. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കൊച്ചുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, തേങ്ങ അതെല്ലാം കൂടെ ഇട്ട് നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. ആവശ്യത്തിന് തേങ്ങയും കൂടെ ഇട്ട് നമുക്കിതൊന്ന് ചതച്ചെടുക്കണം. ഒരുപാട് അരയരുത് കേട്ടോ, ജസ്റ്റ് ഒന്ന് ക്രഷായാൽ മതി, ചതച്ചെടുത്താൽ. നമ്മൾ ഇതിനകത്തോട്ട് ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ആക്ച്വലി ഇത് വേണമെങ്കിൽ ഇട്ടാൽ മതി, അല്ല നമ്മൾ രണ്ടായിട്ട് കീറി ഇട്ടാൽ മതി. അപ്പം നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇട്ടേക്കുന്നത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ് പൊടി നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ശകലം ഉലുവാപ്പൊടി, ഒരു നുള്ളു കായപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു നുള്ളു കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഒരു നുള്ളാണ് ഇതെല്ലാം ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം ഓപ്ഷണലാണ്. പക്ഷേ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി അത് മസ്റ്റായിട്ട് ഇടണം. ഓക്കെ, ഇനി നമ്മളിതൊന്ന് ചതച്ചെടുക്കണം. മാങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ടായിരുന്നു, പച്ചമുളക് എടുത്തു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ മാങ്ങയാണ്. പച്ചമാങ്ങായും പച്ചമുളകുമാണ്. ഓക്കെ, കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ചിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മാങ്ങായും പച്ചമുളകും ഇട്ട് യോജിപ്പിക്കണം. ഒപ്പം തന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കൂട്ട്, അതായത് തേങ്ങ, ഉള്ളി എല്ലാം നമ്മൾ ചതച്ച് വെച്ചതും കൂടെ കൈകൊണ്ട് നന്നായിട്ട് ഞെരടി യോജിപ്പിക്കണം. അതാണ് അതിൻ്റെ കറക്റ്റ്. എന്നാലും അതിനകത്ത് ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. അപ്പം നന്നായിട്ട് നമ്മൾ കൈകൊണ്ട് ഞെരടിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഇത് വേവിക്കാൻ. കാര്യം നമ്മൾ ഒരുപാട് വെള്ളമല്ല, പക്ഷേ അത് കുതിർന്ന് നിൽക്കുന്നതിനുള്ള വെള്ളം നമ്മൾ ഒഴിക്കണം. ആ വെള്ളം വറ്റി വന്ന് കഴിയുമ്പോൾ അതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം. അതാണ് അതിൻ്റെ ഒരു കണക്ക്. പക്ഷേ ഇടയ്ക്ക് ഒരു തവണ നമ്മൾ അതിൻ്റെ മൂടി ഒന്ന് മാറ്റി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത്, അല്ലെ അത് അടുക്കി പിടിക്കും. ഓക്കെ, അതിനുശേഷം വീണ്ടും നോക്കിയിട്ട് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കണം. കടുക് വറുക്കാൻ താല്പര്യമുള്ളവർക്ക് കടുക് വറുത്ത് ചേർക്കാം, അതല്ലാത്തവർക്ക് ആവശ്യമില്ല. അപ്പോൾ നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിനകത്തോട്ട് ഫ്രഷ് കറിവേപ്പില ഇടുക, പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക, നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ചു വെക്കുക. അപ്പോൾ ഗൈസ്, നമ്മുടെ ചെട്ടുകുളങ്ങര കുംഭഭരണി സ്പെഷ്യൽ കൊഞ്ചുമാങ്ങ റെഡി ആയിട്ടിരിക്കുകയാണ്. അടിപൊളി സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബൈ ബൈ, ടേക്ക് കെയർ.